മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ ജന്മതിരുനാളിൻ്റെ ഈ അവസരത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായം 10-ാം വാക്യം നിങ്ങളുമായി ധ്യാനിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചപ്പോൾ അവിടെ പ്രാന്തപ്രദേശങ്ങളിലുണ്ടായിരുന്ന ആട്ടിടയന്മാരെ ഈ വിവരം അറിയിക്കുവാനായി ആകാശത്ത് മാലാഖമാർ പാടിയ ഗാനമാണ് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ഇവിടെ 3 വാക്കുകൾ നാം ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഇത് സദ്വാർത്തയാണ്. 2 വലിയ, ഏറ്റവും പ്രധാനമായ, ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. 3 ഇത് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്, എല്ലാവർക്കുമുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കുമുള്ള ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്താണ് എന്ന് ഉടനെ മാലാഖമാർ പാടി. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്ക 2:11. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനമാണ് ലോക ചരിത്രത്തിലെ എല്ലാ ജനതകൾക്കുമുള്ള ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെ തിരുനാളാണ്. എന്താണ് സന്തോഷം? സന്തോഷം എന്ന വാക്കിന് സംതൃപ്തി, പൂർണ്ണത, സമഗ്രത, എല്ലായിടത്തുമുള്ള പ്രവർത്തനങ്ങളിലുള്ള വിജയം എന്നൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. പക്ഷെ മനുഷ്യന് അവൻ്റെ രക്ഷയും സമാധാനവും ജീവിതത്തിൻ്റെ പൂർണ്ണതയും എല്ലാം ലഭിക്കുന്നത് എന്തോ അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സന്തോഷം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്ന് ചിന്തിക്കണമെങ്കിൽ, എല്ലാ മനുഷ്യർക്കും ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ മനുഷ്യൻ ആരാണ് എന്ന് മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, അവനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് ജീവശ്വാസം നൽകി. അടിസ്ഥാനപരമായി മനുഷ്യൻ പദാർത്ഥമാണ്. ആ പദാർത്ഥമായ മനുഷ്യനിൽ ജീവശ്വാസം കൊടുത്തു. ജീവശ്വാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഒരു മൃഗമായി, ജീവിയായി, ജന്തുവായി എന്നൊക്കെ മനുഷ്യനെ വിളിക്കാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മനുഷ്യൻ സന്തോഷം ആഗ്രഹിക്കുമ്പോൾ എല്ലാ മൃഗങ്ങൾക്കുമുള്ള സന്തോഷം മനുഷ്യൻ ആഗ്രഹിക്കാറുണ്ട്. ചിലർ മനുഷ്യനിൽ മൃഗങ്ങൾക്കുള്ള തൃഷ്ണയാണ് ഭക്ഷിക്കണം എന്നുള്ളത്. ചിലർ വിചാരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ഭക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ മൃഗത്തിൻ്റെ തൃഷ്ണയാണ് വിശ്രമിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ സന്തോഷമായി. മൃഗത്തിൻ്റെ തൃഷ്ണയാണ് രമിക്കുക എന്നുള്ളത്, അവൻ്റെ ലൈംഗികത. ഇങ്ങനെ മൃഗീയമായ ചിന്തയിൽ ലൈംഗിക സന്തോഷത്തിന് വേണ്ടി പോകുന്നു. മറ്റൊന്നുള്ളത് മൃഗത്തിൻ്റെ തൃഷ്ണയാണ് എല്ലാവരെയും പിടിച്ചടക്കുക. മനുഷ്യൻ അടിസ്ഥാനപരമായി മൃഗമാണ് എങ്കിലും ആ മൃഗത്തിൻ്റെ തൃഷ്ണയിൽ മാത്രം മനുഷ്യൻ നിൽക്കുന്നില്ല. മനുഷ്യൻ ബുദ്ധിയുള്ള മൃഗമാണ്. അവൻ ചിന്തിക്കുന്നു, അവൻ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു, അവന് സ്വാതന്ത്ര്യമുണ്ട്, അവൻ അറിവുണ്ട്. ഉൽപ്പത്തി 1:26 നാം വായിക്കുന്നു, ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഈ ആത്മീയതയുള്ള, ആത്മാവുള്ള മനുഷ്യനോട് ഭൂമിയുടെ മകുടമാകാൻ പറഞ്ഞപ്പോൾ ദൈവം അവനെ പർദീസായിലാക്കി ദൈവത്തോട് കൂടെ ആയിരിക്കാൻ പറഞ്ഞു. അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം അവന് സൃഷ്ടിച്ച ദൈവത്തോടു കൂടെ ദൈവത്തിൻ്റെ പദ്ധതിയിലായിരിക്കലാണ്. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞ് പാപം ചെയ്തു. ജഡത്തിൻ്റേതായ, മൃഗത്തിൻ്റേതായ തൃഷ്ണകളിൽ
പിശാച് അവനെ പരീക്ഷിച്ചു, നീ ഈ കനി തിന്നണം, വിലക്കപ്പെട്ട കനി. അപ്പോൾ ജഡികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആദവും ഹവ്വായും അടിമപ്പെട്ടപ്പോൾ അവന് സന്തോഷം നഷ്ടപ്പെട്ടു, ദൈവത്തെ നഷ്ടപ്പെട്ടു. അവനോട് പറഞ്ഞു, നീ ദൈവത്തെ പോലെയാകും. പിശാച് പ്രലോഭിപ്പിച്ചത് അങ്ങനെയാണ്, ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പിശാചിൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട് തന്നെ സൃഷ്ടിച്ച തൻ്റെ എല്ലാമായ ദൈവത്തെ ഉപേക്ഷിച്ച് സ്വയം ദൈവമാകാൻ പോയപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ, അന്നാണ് മനുഷ്യൻ്റെ സന്തോഷം ഇല്ലാതായിത്തൊഴുത്. ചോദ്യം ഇതാണ്, എങ്ങനെയാണ് മനുഷ്യന് സന്തോഷം നഷ്ടപ്പെടുന്നത്? ആദ്യത്തെ സന്തോഷം നഷ്ടപ്പെട്ടത് എപ്പോൾ ആദവും ഹവ്വായും ദൈവത്തെ തിരസ്കരിച്ച് സ്വയം ദൈവമാകാൻ ശ്രമിച്ച് ഈ ലോകത്തിൻ്റെ ജഡികതയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പിശാചിൻ്റെ അടിമയായപ്പോഴാണ്. എന്നാൽ ദൈവം മനുഷ്യനെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. അവൻ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ അയച്ചു. എബ്രായ ലേഖനത്തിൽ 1:1 വായിക്കുന്ന പോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യനെ രക്ഷിക്കാനുള്ള പദ്ധതിയുമായി ദൈവം തന്നെ സൃഷ്ടാവായി, സ്നേഹമായി, പിതാവായി, നീതിമാനായി ദൈവം തന്നെ വെളിപ്പെടുത്തി. എന്നാൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ അയക്കുകയാണ്. എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ അയച്ചു എന്നതിൻ്റെ ഉത്തരം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ ഇരിക്കാൻ ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ മനുഷ്യൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടപ്പോൾ, മനുഷ്യൻ്റെ സമാധാനമില്ലാതായപ്പോൾ, മനുഷ്യത്വം നശിച്ചപ്പോൾ, ആ മനുഷ്യൻ്റെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവസ്നേഹമാണ് ക്രിസ്തു ഭൂമിയിൽ അവതീർണനാകാൻ കാരണം. ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകുന്നതിൻ്റെ കാരണം ലോകത്തിൽ ജനിച്ചിട്ടുള്ള ജീവിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഈ സന്തോഷം പൂർണ്ണമാകാൻ യേശു ഭൂമിയിൽ അവതീർണനായപ്പോൾ മനുഷ്യന് സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ വീണ്ടും മാലാഖമാർ പാടുന്നുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ കണ്ടെത്തിയവർക്ക്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ മനുഷ്യന് സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കണമെങ്കിൽ, യേശു പറഞ്ഞതുപോലെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറണമെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവമഹത്വമാണ്, ഒപ്പം ദൈവകൃപ കണ്ടെത്തലാണ്. ബൈബിളിൽ ശരിയായ സന്തോഷം കണ്ടെത്തിയവരെ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. യേശു ക്രിസ്തു ജനിച്ച ആ സംഭവത്തോടനുബന്ധിച്ച് മാലാഖമാർ പാടിയ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അനുഭവിച്ച വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏറ്റവും ആദ്യം ഈ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത കിട്ടിയപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ്. അതുകൊണ്ടാണ് മറിയം തൻ്റെ മാഗ്നിഫിക്കാത്ത് സ്തോത്രഗീതത്തിൽ പാടുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിൽ മഹത്വപ്പെടുന്നു, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. കാരണം ഏറ്റവും അധികം സന്തോഷവും ജീവിത വിജയവും കൈവരിച്ചവൾ മറിയമാണ്. എങ്ങനെയാണ് മറിയം സന്തോഷവതിയായത്? ഗബ്രിയേൽ ദൂതൻ അഭിസംബോധന ചെയ്തപ്പോൾ മറിയത്തിന് ഇതൊന്നും മനസ്സിലായില്ല. ഗബ്രിയേൽ ദൂതൻ ഉടനെ തന്നെ ഈ ജനനത്തെക്കുറിച്ച് വീണ്ടും അവളോട് പറയുകയാണ്, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, നീ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. പിന്നെ അതേക്കുറിച്ചുള്ള വിശദീകരണമാണ്. മറിയത്തിന് മനസ്സിലായില്ല ഇതെങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞു. അപ്പോൾ മറിയം 38-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ.
മറിയത്തിന് ശരിയായ സന്തോഷവും സമാധാനവും ജീവിതത്തിൻ്റെ വിജയവും എല്ലാവിധ സമ്പത്തുമായ യേശുവിനെ കിട്ടിയത് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മുമ്പിൽ, പദ്ധതിയുടെ മുമ്പിൽ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ നമ്മെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഓരോ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ മറിയം പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസൻ, ദാസി എന്ന് പറഞ്ഞാൽ അവർക്ക് കാണിക്കും സന്തോഷം ഉണ്ടാകുക. അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവഹിതത്തിന് വിട്ടുകഴിഞ്ഞാൽ ഈ സന്തോഷം കിട്ടാൻ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു. അപ്പോൾ വചനത്തിന് മാംസം ലഭിച്ചു, അവളുടെ ഉദരത്തിൽ യേശു ഉരുവായി. അങ്ങനെ മറിയത്തിന് സന്തോഷം കിട്ടിയതിൻ്റെ കാര്യം ദൈവഹിതത്തിന് വിട്ടുകൊടുത്തതാണ്. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് സന്തോഷം വേണോ? ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. ഈ സന്തോഷം കിട്ടിയ രണ്ടാമത്തെ വ്യക്തി യൗസപിതാവാണ്. വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം സഭയുടെയും വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന പോലെ സഭയുടെയും സമൂഹത്തിൻ്റെയും അടിത്തറയായ ഗാർഹിക സഭയായ കുടുംബമാണ്. ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ സന്തോഷമില്ലാതെ കുടുംബങ്ങൾ തകർന്ന് വിഷമിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ സന്ദേശം പോലെയാണ് യൗസേപ്പ് പിതാവ് അവിടെ നിൽക്കുന്നത്. യൗസേപ്പിനെ മത്തായി സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ നീതിമാൻ എന്നാ വിളിക്കുന്നത്. യഹൂദന്മാർ നീതിക്ക് കൊടുത്ത നിർവചനം വിവാഹ നിശ്ചയത്തിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ഗർഭിണിയായി കാണുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലലാണ്. അത് ദൈവം നൽകിയ ആ നിയമത്തിൻ്റെ ശരിയായ വ്യാഖ്യാനമല്ല, ചൈതന്യമല്ല. അതുകൊണ്ട് നീതിമാനായ യൗസേപ്പ് വിചാരിച്ചു അവളെ അപമാന വിധേയയാക്കാതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ. ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യൗസേപ്പിനോട് പറയുക, നീ നീതിക്ക് കൊടുത്ത നിർവചനം, നീതിമാൻ എന്ന് നീ അറിയപ്പെടുന്ന നീതിക്ക് കൊടുത്ത നിർവചനം ശരിയല്ല. നീ അവളെ അവളായി സ്വീകരിക്കണം. അവളിൽ സംഭവിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ സമൂഹത്തിലെയും കുടുംബങ്ങൾക്ക് സമാധാനം വേണോ? യേശുവിൻ്റെ ജനനവേളയിൽ ദൈവം ഒരു നിബന്ധന മാത്രമേ പറയുകയുള്ളൂ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നീ സ്വീകരിക്കുക. നീ അവനെ അവനായി സ്വീകരിക്കുക, അവളായി സ്വീകരിക്കുക. രണ്ട് സാംസ്കാരിക പാരമ്പര്യങ്ങളിൽ നിന്ന്, പശ്ചാത്തലത്തിൽ നിന്ന് സുഖദുഃഖ സമ്മിശ്രമായ കുടുംബജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദൈവമാണ് ഭാര്യയെ, ഭർത്താവിനെ, വരനെ, വധുവിനെ വിളിച്ച് ഒന്നാക്കുന്നത്. ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പദ്ധതിയിൽ സ്നേഹത്തിൻ്റെ ഫലമായി മക്കളെ തരുന്നത്. നിങ്ങൾ അവരെ സ്വീകരിക്കുമ്പോഴാണ് ശരിയായ സന്തോഷമുണ്ടാകുക. ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് വേണ്ട തരത്തിൽ മനസ്സിലാകാതെ അവസാനം സ്വീകരിച്ച എലിസബത്ത് മറിയത്തെ കണ്ടപ്പോൾ പറയുന്നൊരു വാക്കുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ വാക്യത്തിൽ, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മാത്രമല്ല, ഈ യേശുവിനെയും കൊണ്ട് മറിയം, തൻ്റെ ഉദരത്തിലുള്ള യേശുവിനെയും കൊണ്ട് മറിയം എലിസബത്തിനെ കാണാൻ പോയപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. വീണ്ടും പറയുകയാണ്, ഈ എലിസബത്തിന് യേശുവിനെയും കൊണ്ട് ചെന്നപ്പോൾ ആ എലിസബത്തിന് സന്തോഷമായി, ഉദരത്തിലുള്ള പ്രജ സന്തോഷത്താൽ കുതിച്ചു ചാടി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ എലിസബത്ത് പറഞ്ഞതുപോലെ സന്തോഷം ലഭിക്കണമെങ്കിൽ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി വിശ്വസിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ആട്ടിടയന്മാർക്ക് സന്തോഷം ഉണ്ടായത്, ദൈവത്തെ കണ്ടുമുട്ടാനായത്? അവരുടെ ആത്മാർത്ഥത, അവരുടെ നിഷ്കളങ്കത, ദൈവത്തിൻ്റെ സന്ദേശം കേട്ടപ്പോൾ അത് സത്യമായിട്ട് സ്വീകരിക്കാനുള്ള അവരുടെ മനോഭാവം, അതാണ് എനിക്കും നിങ്ങൾക്കും. ഈ ആട്ടിടയന്മാരെ പോലെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും
എത്ര ദരിദ്രരാണെങ്കിലും സന്തോഷം ഉണ്ടാകും. ഈ ആട്ടിടയന്മാരെ പോലെ സന്തോഷമുള്ളവരാണോ നമ്മൾ? പിന്നെ സന്തോഷം കണ്ടെത്തിയ ആളുകളാണ് പൂജരാജാക്കന്മാർ. അവർ സത്യാന്വേഷകരാ, രാജാക്കന്മാരാ. പണമുണ്ട്, അറിവുണ്ട്. അവർ കിഴക്ക് നക്ഷത്രം കണ്ടപ്പോൾ അവർ പഠിച്ച് ജ്യോതിശാസ്ത്രം അനുസരിച്ച് ഇത് പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ച, പ്രത്യേകിച്ച് മിക്ക പ്രവാചകൻ പ്രവചിച്ച, ഐസിയ പ്രവാചകൻ പ്രവചിച്ച, പഴയ നിയമത്തിൽ ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷകനാണ് എന്ന് അവർക്ക് ദിവ്യദർശനമുണ്ടായി. അവർ അന്വേഷിച്ചിറങ്ങിയ. അവർ സാധാരണ നിലയിൽ ചിന്തിച്ചത് രാജാവിൻ്റെ കൊട്ടാരത്തിലാണെന്ന്. പക്ഷേ അവിടെ വെച്ച് പറഞ്ഞു യൂദയായാലും ബെത്ലഹേമിലാണ് ജനിക്കുക. അവർ ചെന്നു. കിഴക്ക് കണ്ട നക്ഷത്രം നിന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ ഒരു പുൽക്കൂട, ഒരു കാലിത്തൊഴുത്ത. അവിടെ ദൈവപുത്രനെ കണ്ടപ്പോൾ അവരുടെ പാണ്ഡിത്യം അവർക്ക് ഒരു തടസ്സവുമായില്ല. ഈ ചെറ്റക്കുടിലിൽ, ഈ കാലിത്തൊഴുത്തിൽ, പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ദൈവത്തെ കാണാൻ. ആട്ടിടയന്മാരോട് മാലാഖമാർ പറഞ്ഞു രക്ഷകനെ കണ്ടെത്തുക പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ഒരു ശിശുവിൻ്റെ രൂപത്തിലാണ്. ആട്ടിടയന്മാർക്ക് വിഷമമുണ്ടായിണ്ടാവില്ല. പക്ഷെ രാജാക്കന്മാർ വിചാരിക്കും ലോകത്തിൻ്റെ രക്ഷകനായി വന്ന, രാജാവായി വന്നവൻ ഈ പിള്ളക്കച്ചിയിൽ ജനിക്കുമോ? നമുക്ക് തന്നെ പലപ്പോഴും അങ്ങനെയാണ്. ഇങ്ങനെ ഈ വലിയ കാര്യങ്ങൾ, വലിയ പ്രതാപത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ ദൈവം ഇത്രയും താഴുവോ? ചെറുതാകുന്നതിലാണ് സന്തോഷമെന്ന് പറയാൻ പറ്റുമോ? അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാരണം അവർ സത്യാന്വേഷകരാണ്. ദൈവിക പദ്ധതി സ്വീകരിച്ചു. അവർ പൂർണ്ണമായും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തപ്പോൾ അവർ തങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവത്തെ കണ്ട്, ദൈവത്തെ സമർപ്പിച്ച് ആരാധിച്ചതാണ് പൊന്നും കുന്തിരിക്കവും മീറയും ആ യേശുവിന് മുമ്പിൽ അവർ കാഴ്ചവെച്ചത്. എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി, യോഹന്നാൻ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ പത്രോസ്ലിഹായെ കുറിച്ച് പറയുന്നുണ്ട്. അത് മീൻപിടുത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു, സ്വന്തം പദ്ധതി അനുസരിച്ച് പോയി. എന്നാൽ കർത്താവ് വന്നിട്ട് നീ വലതുവശത്ത് വലയെറിയുക എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വലയെറിഞ്ഞപ്പോൾ അവർക്ക് ധാരാളം മീൻ കിട്ടി. ചോദ്യം ഇതാണ്, ഈ ശിഷ്യന്മാർക്ക് സന്തോഷം എപ്പോഴാണ് കിട്ടിയത്? എപ്പോഴാണ് സന്തോഷം കുറഞ്ഞത്? യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. മത്തായി 16:24. സന്തോഷം എന്ന് പറയുന്നത് ത്യാഗത്തോടു കൂടിയതാണ്, സഹനത്തോടു കൂടിയാണ്. കുരിശില്ലാതെ കിരീടമില്ല. തന്നെ തന്നെ വെറുമയാക്കിയപ്പോഴാണ് മനുഷ്യൻ രക്ഷിക്കാനായത്. അതെ, യേശു മനുഷ്യൻ രക്ഷിക്കാൻ കണ്ടുപിടിച്ച മാർഗം ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, വെറുമയാക്കലിൻ്റെ, ഒരു സാധാരണ ശിശുവാകുന്നതിൻ്റെ രൂപത്തിലാണ്. ഇത് മനസ്സിലാക്കാതെ പോയ കുറേ പേരുണ്ട്. ലൂക്ക 2:7 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. എന്തുകൊണ്ട് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്ന് ചോദിച്ചാൽ, ബെത്ലഹേമിലെ സത്രത്തിൽ അവിടെ ചെന്നപ്പോൾ വലിയ VIP കൾ, പണക്കാരെല്ലാവരും സത്രത്തിൽ വലിയ ആഹ്ലാദ തിമിർപ്പിലുണ്ട്. പക്ഷെ ശരിയായ സന്തോഷമൊന്നും അവർക്ക് കിട്ടാനായില്ല. യൗസേപ്പ് പൂർണ്ണ ഗർഭിണിയായി മറിയത്തെയും കൊണ്ട് രാജാവിൻ്റെ കൽപ്പന പ്രകാരം കണക്കെഴുതിക്കാൻ വേണ്ടി നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക്, യൂദയായിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഇതാ ഭിക്ഷക്കാരെ പോലെ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെയും കൊണ്ടൊരു മനുഷ്യൻ വന്നിരിക്കുന്നു. വെളിപാട് പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ആരെങ്കിലും ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, നിങ്ങൾ ആരെങ്കിലും വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഞാൻ അകത്തേക്ക് പ്രവേശിക്കും, നിങ്ങളോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യുന്നു വെളിപാട് പറയുന്നുണ്ട്. യേശു എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നുണ്ട്. 1954 ഹോൾമൻ ഹണ്ട് വരച്ച ഒരു ചിത്രമുണ്ട്. ഒരു വീടിനൊരു വാതിലുണ്ട്. വാതിൽക്ക് പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല. ഗ്രാന്തൽ വിളക്കുമായിട്ട് വന്ന് വാതിൽക്ക് മുട്ടുകയാണ്. ദൈവം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയ കവാടത്തിൽ, കുടുംബത്തിൽ വന്ന് മുട്ടുക. കിഴക്ക് നക്ഷത്രത്തെ പോലെ യേശുവിൻ്റെ കയ്യിൽ പ്രകാശമുണ്ട്. അന്ധകാരത്തിലായിരിക്കും നമുക്ക് പ്രകാശം തരാൻ. പക്ഷെ ഉള്ളിൽ നിന്ന് വാതിൽ തുറക്കണം. സത്രത്തിൻ്റെ ഉടമ യേശുവിന് ജനിക്കാൻ വേണ്ടി വാതിൽ തുറന്നില്ല.
അലക്സാണ്ടർ പോപ്പ് പറയുന്നു, 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പറക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് കൊണ്ട് അർത്ഥമില്ല. യേശു എൻ്റെ ഹൃദയത്തിൽ പിറക്കാൻ ഞാൻ വാതിൽ തുറക്കുന്നുണ്ട്, അപ്പോഴേ സന്തോഷം കിട്ടൂ. സത്രത്തിലെ ഉടമ വാതിൽ അടച്ചു. അപ്പോൾ വാതിലുകളില്ല എന്ന് പറഞ്ഞാൽ മതിലുകളില്ല. വാതിൽ എന്ന് പറഞ്ഞാൽ വാ ഇതിലെ എന്ന് മാത്രം പറയുന്നത്. മതിൽ എന്ന് പറഞ്ഞാൽ സത്രക്കാരൻ പറഞ്ഞ പോലെ മതി ഇതിലെ വേണ്ട. പുൽക്കൂടിന് കാലിത്തൊഴുത്തിന് വാതിലില്ല. അവിടെയാണ് യേശു ജനിക്കുന്നത്. ചോദ്യം ഇതാണ്, നമുക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ സന്മനസ്സ്, ദൈവകൃപ കണ്ടെത്തുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സന്തോഷമുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റണം. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് നാം തിരിച്ചറിയണം. ആ ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാനുള്ള മാർഗം ഒന്ന് വചനം ശ്രവിക്കലാണ്. യേശു പറഞ്ഞു, മാർക്കോസ് 1:15, സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, ധൂർത്തപുത്രനെ പോലെ പശ്ചാത്തപിക്കണം. സന്തോഷം വേണോ? തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിക്കുക, വചനം ശ്രവിക്കുക. യോഹന്നാൻ 14:21 പറയുന്നത് പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വചനം ശ്രവിക്കുകയും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. ക്രിസ്തു വരുന്നത് അങ്ങനെയാണ്. സന്തോഷം വേണമെങ്കിൽ വീണ്ടും ജനിക്കണം, കൂദാശകൾ സ്വീകരിക്കണം. മാമോദിസയിലൂടെ, കുർബാനയിലൂടെ, അനുരഞ്ജന കൂദാശയിലൂടെ, മറ്റ് കൂദാശകളിലൂടെ യേശുവിനെ കണ്ടെത്താനാകും. അപ്പോഴാണ് സന്തോഷമുണ്ടാകുക. മത്തായി 18:20 പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സന്തോഷം വേണോ? ഈ സ്നേഹ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരാത്മാവും ഒരു ഹൃദയവുമുള്ള ആദിമസഭയെ പോലെ ആകണം. സന്തോഷം വേണോ? യേശു പറഞ്ഞു, യേശുവിനെ കണ്ടുമുട്ടണമെങ്കിൽ മത്തായി 25:40, ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ പിതാവിൻ്റെ കരുണയുടെ മുഖം, അതാണ് യേശുവെങ്കിൽ ആ യേശുവിൻ്റെ മുഖം ഇന്ന് എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളിൽ പറയുന്നുണ്ടെങ്കിൽ, ഈ യേശുവിനെ ലഭിക്കണമെങ്കിൽ, സന്തോഷം കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ള ലൂക്കായുടെ സുവിശേഷത്തിലെ 2:10 ധ്യാനിക്കാനാണ് ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ ഞാൻ നിങ്ങളെ ക്ഷണിച്ചത്. ഈ സന്തോഷം നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും യേശുവിനെ കിട്ടണം. യേശു ഹൃദയത്തിൽ ജനിക്കണം. യേശു വേണമെങ്കിൽ ദൈവഹിതം തിരുവചനത്തിലൂടെ, കൂദാശകളിലൂടെ, സഭയുടെ കൂട്ടായ്മയിലൂടെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ, അങ്ങനെ പ്രാർത്ഥനയിലൂടെ ആദിമസഭയുടെ ചൈതന്യത്തിൽ നമുക്ക് ലഭിച്ചാൽ, കുരിശിൻ്റെ ത്യാഗത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ശരിയായ സന്തോഷമുണ്ടാകും. നിങ്ങൾക്കേവർക്കും ഈ സന്തോഷം ഞാൻ ആശംസിക്കുന്നു. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള സദ്വാർത്തയല്ല, എല്ലാ ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങൾക്ക് സമൃദ്ധമായി ലഭിക്കട്ടെ. പുതുവത്സരത്തിലും ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്നും ജീവിതത്തിൽ ലഭിക്കുന്നവരാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തിൻ്റെ ഉറവിടമായ ഉണ്ണീശോ നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.